ഓക്കെ, കൺഗ്രാജുലേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിഗ്രീനേലും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും ഒത്തിരി ഞാൻ എന്താ പറയുക കോളേജ് ലൈഫിനേലും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഈ കോഡിങ് തന്നെ. അത് ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ അറിയാം, അനാട്ടമി അറിയാം എന്നുള്ളൊരു ഇതുകൊണ്ട് അവർ അനാട്ടമി പോർഷൻ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ക്യൂരിയസ് ആയിട്ട് അത് കൂടുതൽ നമുക്ക് ഈ ഒരു ബയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഇൻട്രസ്റ്റ് കൂടുതലുള്ള ഏരിയ. ഹലോ എവരിവൺ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നിയയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി IKS കോയമ്പത്തൂർ എന്നുള്ള കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, കാരണം ഓൾറെഡി ഒരു പാരാമെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പോൾ നിയ എങ്ങനെയാണ് കോഡിങ്ങിലേക്ക് വന്നത്, ഏത് ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്തത്, ആ ഒരു ചെയ്ത ഡിഗ്രി എത്രത്തോളം ഹെൽപ്ഫുൾ ആയി, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചു. ആക്ച്വലി ഞാൻ പാരാമെഡിക്കലാണ് ചെയ്തത്, BSc ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. അത് കോയമ്പത്തൂർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ചെയ്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമെഡിക്കൽ ഈ ഒരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേക്കൻസീസ് ഒത്തിരി കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കരിയർ ബാക്ക് വരരുത്, അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കോഴ്സിലേക്ക് തിരിയാം എന്നുള്ള നിൽക്കുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മെഡിക്കൽ കോഡിങ്ങിൻ്റെ കോഴ്സ് കണ്ടു. അപ്പോൾ നമ്മൾ ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻ നല്ല ഒരു റിവ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ച് നമുക്ക് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഓൾറെഡി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഈ ഒരു കോഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നുള്ള രീതിയിൽ കോഴ്സ് അറ്റൻഡ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിഗ്രീനേലും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും ഒത്തിരി ഞാൻ എന്താ പറയുക കോളേജ് ലൈഫിനേലും കൂടുതൽ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഈ കോഡിങ് തന്നെയാണ്. അപ്പോൾ CPT ഓൾറെഡി നമ്മൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങൾ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഗ്രിയിൽ പഠിച്ചത് എത്രത്തോളം ഇതിൽ ഹെൽപ്ഫുൾ ആയി നിങ്ങൾക്ക്? നമുക്ക് ഈ ടെർമിനോളജീസ് കേൾക്കുമ്പോൾ ഈ അനാട്ടമി ഫിസിയോളജി ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ഡിഗ്രിയിൽ പഠിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും. ഓൾറെഡി ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു എക്സ്പീരിയൻസ്, പക്ഷേ നല്ല റിവ്യൂസ് ആണ് കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയുമോ? കാരണം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത്? ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നൊന്നും ചിന്തിച്ചിട്ടില്ല, പക്ഷേ എനിക്കത് ഓക്കെ ആയിരുന്നു. എനിക്ക് ഒത്തിരി കംഫർട്ടബിൾ ആയിരുന്നു ഫാക്കൽറ്റി ആയിട്ട് വന്നപ്പോഴാണെങ്കിലും. ട്രെയിനിങ് കഴിഞ്ഞിട്ട് CPC എഴുതി കഴിഞ്ഞ് CPC ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഫാക്കൽറ്റി ആയിട്ട് കയറി കാർഡിയോ കൊച്ചിയിൽ തന്നെ. അപ്പോൾ ആ ഒരു ഫാമിലി വിട്ടു പോകുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. CPC പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? CPC കറക്റ്റ് ആ 3 months തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ആ CPT ക്ലാസ് എന്ന് കഴിഞ്ഞു അതിന്റെ പിറ്റേ ദിവസം മോക്ക് സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് സ്റ്റാർട്ടിങ് മുതലേ ആ ഒരു ടൈമും സ്കോറും മാനേജ് ചെയ്തിട്ട് ഒരു മോക്കൊക്കെ ചെയ്യുന്നവരോടുള്ള ഒരു അഡ്വൈസ് ആയിട്ട് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് CPT ക്ലാസ് കഴിയുമ്പോൾ തന്നെ പരമാവധി മോക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ടച്ച് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് വരാൻ ഒത്തിരി പാടാം. പിന്നെ മോക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് മുതലേ ഈ ഒരു ടൈമും സ്കോറും ഒരേപോലെ മാനേജ് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ സ്കോറ് മാത്രം മാനേജ് ചെയ്ത് പിന്നെ ടൈം മാനേജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി മോക്കും ചെയ്യണം, പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? ഈ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ വിർച്വൽ ഇന്റർവ്യൂ ആയിരുന്നു. ഫസ്റ്റ് നമുക്കൊരു അസസ്മെന്റ് ഉണ്ടാവും. അസസ്മെന്റിൽ നമുക്ക് അനാട്ടമി, ഫിസിയോളജി, മെഡിക്കൽ ടെർമിനോളജി, പിന്നെ IQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബേസിക്കായിട്ട് നമ്മൾ കോഴ്സിന്റെ സമയത്ത് ഡിസ്കസ് ചെയ്ത പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ICDയുടെ കൂടെ തരുന്ന അതേ അനാട്ടമി ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ റൗണ്ട് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, ടെക്നിക്കൽ റൗണ്ട് ഇന്റർവ്യൂ. അതിൽ ഗൈഡ് ലൈൻസ്, പിന്നെ ഏതെങ്കിലും ഒരു സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, പിന്നെ കുറച്ച് വേറെ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇപ്പോൾ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് പല സ്റ്റുഡൻസും പല ഡൗട്ടുകളാണ് ചോദിക്കുക. അപ്പോൾ അത് നമ്മുടെ നോളജ് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടോ? സീരിയസ് ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിൽ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 3-4 ബാച്ചിന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചതിനേലും കൂടുതൽ നമ്മൾ പല ഭാഗത്തും ഡിഫറെന്റ് ആംഗിളിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, സ്റ്റുഡൻസ് ചോദിക്കുമ്പോൾ നമുക്കൊന്നും കൂടി അത് നോളജ് ഈ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഗൈഡ് ലൈൻ ആയിട്ട് ചോദിക്കാതെ ഇവരൊരു കേസ് തരും, സിനേറിയോ തന്നിട്ട് ഇവർ എങ്ങനെ അത് കോഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ഇത് കോഡ് ചെയ്യുമോ, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഗൈഡ് ലൈൻസ് പറഞ്ഞു കൊടുത്ത് എക്സാമ്പിൾസ് പറഞ്ഞു കൊടുത്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു മെഡിക്കൽ കോഡിംഗ് കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രി കഴിഞ്ഞവരും വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന സ്റ്റുഡൻസിന് നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിൽ അനാട്ടമി നോളജ് ഉള്ളവരുണ്ടാവും, നോളജ് ഇല്ലാത്തവരുണ്ടാവും. അവരൊക്കെ നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ പല കുട്ടികളും ഈ നോൺ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ലൈഫിനേക്കാളും പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? അത്
ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ അറിയാം, അനാട്ടമി അറിയാം എന്നുള്ളൊരു ഇതുകൊണ്ട് അവർ അനാട്ടമി പോർഷൻ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ക്യൂരിയസ് ആയിട്ട് അത് കൂടുതൽ നമുക്ക് ഈ ഒരു ബയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഇൻട്രസ്റ്റ് കൂടുതലുള്ള ഏരിയ ആയിരിക്കും. നമ്മുടെ തന്നെ ഹ്യൂമൻ ബോഡിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നോൺ ലൈഫ് സയൻസിൽ നിന്ന് വരുന്നവർ ഇത് കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് പഠിക്കും. അപ്പോൾ അവർക്കത് ഇച്ചിരി കൂടെ ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. CPC കഴിഞ്ഞ പല കുട്ടികളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ CUസും പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ചാപ്റ്റർ മീറ്റിംഗ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? കാരണം ഇതൊരു ഹെൽത്ത് സെക്ടർ ആയതുകൊണ്ട് തന്നെ നോളജ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചൊന്ന് നീ പറയൂ. നമുക്ക് CPC കഴിഞ്ഞാൽ നമുക്ക് വർഷാവർഷമുള്ള റിന്യൂവൽ പോലെ തന്നെ ഈ CUവിൻ്റെ റിന്യൂവലും ഉണ്ട്. അപ്പോൾ 2 വർഷം കൂടുമ്പോൾ നമ്മൾ ഇത്ര CU സബ്മിറ്റ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ റിന്യൂവൽ അനുസരിച്ചിട്ട് തന്നെ ഈ ഒരു മെമ്പർഷിപ്പ് പുതുക്കി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതലും നമ്മൾ ഈ CU ശ്രദ്ധിക്കാറില്ല. CPC എഴുതി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരിതാണ്. അപ്പോൾ ഈ CUവിൻ്റെ ഇതനുസരിച്ച് ചെയ്ത് ഇപ്പോൾ ലോക്കൽ ചാപ്റ്റർ ഉണ്ട്, പിന്നെ മാഗസീൻസ് ഉണ്ട്, വെബിനാർസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ലോക്കൽ ചാപ്റ്ററും പിന്നെ ഈ മാഗസീൻസ് ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് CU കിട്ടുന്നത്, ബാക്കിയൊക്കെ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഈ CU കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മാഗസീൻ വായിക്കുക അല്ലെങ്കിൽ ഈ ലോക്കൽ ചാപ്റ്റർ നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി നോളേജും കിട്ടുന്നുണ്ട്, ഒത്തിരി ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ ചേഞ്ച് ആയിട്ടുള്ള കോഡുകൾ എന്തൊക്കെയാണ് ചേഞ്ച് വന്നത്, അപ്പോൾ അതെങ്ങനെ കോഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സംഭവത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആവും. ഈ CPC കഴിഞ്ഞവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ. ഇപ്പോൾ ഞാൻ ഏകദേശം 2018 കോഡിങ് ചെയ്തതാണ്. ഇപ്പോഴും എനിക്ക് പല ഡിസീസോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സോ ഒക്കെ അറിയാത്തത് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹെൽത്തിലുള്ള നോളജ് എന്നുള്ളത് എന്താണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ നിയമിസ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ചാപ്റ്റേഴ്സും മാഗസിൻസും അതുപോലെ തന്നെ CUസൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോളജും കൂടുതലായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു കരിയർ അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ തന്നെ എന്ത് ചെയ്യുന്നു ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ഇൻട്രാക്ടിങ് വിത്ത് അസ്. താങ്ക്സ്.